നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ? നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നാർക്കോട്ടിക് ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്ന പാലാ ബിഷപ്പിന്റെ പ്രസ്താവന വളരെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെയും യുവാക്കളെയും ലവ് ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും വഴിതെറ്റിക്കുകയാണെന്നും ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമായിരുന്നു പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് ഇന്നലെ ആരോപിച്ചത്. എന്നാൽ പാലാ ബിഷപ്പിന്റെ ഈ ആരോപണത്തിന് മറുപടി നൽകുന്ന ഒരു വീഡിയോയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ക്രൈസ്തവ സംഘടനയായ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ പ്രസിഡന്റായ ഫെലിക്സ് ജെ പുല്ലൂടനാണ് നാർക്കോട്ടിക് ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്ന പാലാ ബിഷപ്പിന് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ നല്ല കിടിലൻ മറുപടി നൽകുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, പാലാ മെത്രാൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് വീണ്ടും സാമൂഹിക മേഖലയിലേക്ക് കടന്ന് സാമുദായിക കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ പുതിയ ആയുധം നാർക്കോട്ടിക് ജിഹാദാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മാന്യൻ മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യാ വർധനവിനെ മറികടക്കുവാൻ പ്രസവ ഹല്ലേലൂയയുമായി രംഗത്ത് വന്നത്. സമുദായങ്ങളെ തൃണമൂലതലത്തിൽ തമ്മിത്തല്ലിക്കുവാൻ ഒരുമ്പിട്ടിറങ്ങിയ ഇയാളെ കലാപാഹ്വാനം നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കേണ്ടതാണ്. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിരവധി പതിറ്റാണ്ടുകളുടെ കഥയുണ്ട് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന്. അത് വേണ്ട പോലെ നിയന്ത്രിക്കുന്നതിൽ എക്സൈസിനും പോലീസിനും വിജയിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു കുറവായി നിലനിൽക്കുന്നു. കേരളത്തിലെ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും തെരുവോരങ്ങളെയും നിശാ പാർട്ടികളെയും ദുരുപയോഗിച്ച് യുവജനങ്ങളെയും മയക്കുമരുന്ന് മാഫിയ ദുരന്തങ്ങളിലേക്ക് എടുത്തെറിയുന്ന എന്ന യാഥാർത്ഥ്യം അത് നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ മതവും വിശ്വാസവും കൂട്ടിക്കലർത്തി മതസൗഹാർദ്ദം തകർക്കാനായി ഒരു മതമേലധ്യക്ഷൻ തന്നെ രംഗത്തെത്തുന്നത്. പക്ഷേ മതം തിരിച്ച്, അതും കത്തോലിക്കരെ മാത്രം തിരഞ്ഞുപിടിച്ച് മയക്കുമരുന്നും നൽകുന്ന ജിഹാദികളുണ്ടെന്ന ഈ സുവർണ വസ്ത്രധാരിയുടെ കണ്ടെത്തലാണ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശയായിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ തെളിവ് സഹിതം എക്സൈസിന് കൈമാറിയാൽ കല്ലറങ്ങാട്ട് കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കുമെന്നതും ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ കേരളത്തിലെ ശക്തമായ മതം മാറ്റം നടക്കുന്നുവെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസ്താവനയെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായി ഞാൻ അപലപിക്കുകയാണ്. ഈ പ്രസ്താവന ഉടൻ പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്ന വസ്തുതാപരമായ തെളിവുകൾ ഹാജരാക്കണമെന്നും ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ആവശ്യപ്പെടുന്നു. മതങ്ങൾ തമ്മിൽ സുദൃഢമായ സൗഹാർദ്ദവും പരസ്പര സഹകരണവും നിലനിൽക്കുന്ന മലയാള മണ്ണിൽ കാലുഷ്യത്തിന്റെയും പകയുടെയും വിത്ത് വിതയ്ക്കാനുള്ള ശ്രമം കത്തോലിക്ക സഭയിൽ നിന്നും ആദ്യമുണ്ടാവുന്നത് ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മുൻപൊരിക്കൽ പറഞ്ഞ ഭൂമി കുംഭകോണ കേസ് പ്രതി കർദിനാൾ ജോർജ് ആലഞ്ചേരിയായിരുന്നു. അതിന്റെ വാല് പിടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന പുറപ്പെടുവിച്ച ഇതേ മെത്രാൻ വർദ്ധിക്കുന്ന മുസ്ലിം ജനസംഖ്യയെ മറികടക്കാൻ 4 കുട്ടികൾ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നത്. അക്കാര്യം ജനം പുച്ഛിച്ചു തള്ളിയപ്പോഴാണ് പുതിയൊരു വിഷയ സൃഷ്ടിയുമായി ഇയാൾ വീണ്ടും രംഗത്ത് വരുന്നത്. ഇത്തരം മാനസിക രോഗികളെ നിയന്ത്രിക്കുവാനുള്ള നിർബന്ധിത ശ്രമം കേരള മെത്രാൻ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തം വളരെ ഭീകരമായിരിക്കും. സഭയുടെയും സമുദായത്തിന്റെയും ആധ്യാത്മിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മാത്രം നിയോഗിതരായിട്ടുള്ള മെത്രാന്മാർ അനവസരത്തിൽ അപ്രസക്തമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത് ശക്തമായ എതിർപ്പിന്
സമുദായ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ശക്തമായ എതിർപ്പിന് കാരണമാകുമെന്ന് കൂടി പറയുന്നു. നന്ദി, നമസ്കാരം.